Good afternoon. Okay. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മൊഡ്യൂള് 3-ലെ 13ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. മൊഡ്യൂൾ 3 13ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ലാസ്റ്റ് സെക്ഷൻ ഏകദേശം എന്താണ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്യേണ്ടത് അല്ലെ. ഒന്നാമത്തെ എന്താ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻ, രണ്ടാമത്തെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ പബ്ലിക് റിലേഷൻ ഫങ്ഷൻസ്, മൂന്നാമത്തേത് ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ, പോളിസികള് ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. നാലാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേ, ഹാസ് എ റെസ്പോൺസിബിലിറ്റി ടു സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. പിന്നെ ക്യാരി ഔട്ട് ഓൾ ദ മാനേജ്മെന്റ് ഡിസിഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ നടപ്പിലാക്കേണ്ടതും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. Carry out all management decision in hospital. മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ നടപ്പിലാക്കുന്നതും അഡ്മിനിസ്ട്രേറ്റർമാരാണ്. മാപ്പ് ഔട്ട്, മാപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റ് ചെയ്യുക, രൂപപ്പെടുത്തുക. മേജർ റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് എൻഷുർ ദർ ഇംപ്ലിമെന്റേഷൻ. പ്രധാനപ്പെട്ട റൂളുകള്, നിയന്ത്രണങ്ങള്, പ്രൊസീജിയറുകള് ഇതെല്ലാം രൂപപ്പെടുത്തുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക. എൻഷുർ ചെയ്യാൻ വെച്ച് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ നടപ്പിലാക്കല് ഉറപ്പുവരുത്തുകയും ചെയ്യുക. Then make sure that rules formulated are within the hospital policy. ഇനി രൂപീകരിച്ചിട്ടുള്ള റൂൾസുകള് ഏതിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കണം, ഹോസ്പിറ്റൽ പോളിസിയിൽ വരുന്നതായിരിക്കണം. ഹോസ്പിറ്റൽ പോളിസിയുടെ ഉള്ളിൽ വരുന്ന റൂളുകള് ഫോർമുലേറ്റ് ചെയ്യുക, അത് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. Then it is accountable for good employer-employee relation. നല്ലൊരു employee-employer relationship മെയിൻറ്റെയിൻ ചെയ്യുക. ജീനയ്ക്ക് ഒന്ന് പേജ് നമ്പർ ഇട്ടുകൊടുത്തേ, 123. Make sure that it is accountable for good employer relation. നല്ലൊരു employer relation മെയിൻറ്റെയിൻ ചെയ്യുക. Then അടുത്ത നോക്കിയ 9ാമത്തെ പോയിന്റ്, work actively with other executives in the hospital like medical superintendent, nursing superintendent തുടങ്ങിയ മറ്റുള്ള എക്സിക്യൂട്ടീവ്സുമായിട്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുക, വർക്ക് ചെയ്യുക. നഴ്സിംഗ് സൂപ്രണ്ട്, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്രണ്ട്, അതുപോലെ ഹോസ്പിറ്റലിലെ മറ്റ് എക്സിക്യൂട്ടീവ്സ് ഇവരുമായിട്ട് ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. ഇത്രയും പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയതല്ലേ? നെക്സ്റ്റ് അല്ലേ നമ്മൾ പഠിക്കേണ്ടത്? അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കിയേ, മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻ ഇൻ എ സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ് മാനർ. എന്താ അദ്ദേഹം ഉറപ്പുവരുത്തണം? എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായും കാര്യക്ഷമമായും എഫിഷ്യന്റ് ആയിട്ടും ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങള് നല്ല സ്മൂത്ത് ആയിട്ടും അതുപോലെ എഫിഷ്യന്റ് കാര്യക്ഷമമായ രീതിയിലുമാണ് നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. Make sure that all the department function in a smooth and efficient manner. ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായും കാര്യക്ഷമമായ രീതിയിലാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അടുത്ത നോക്കിയേ, act as an official representative of hospital. ഹോസ്പിറ്റലിലെ ഒരു ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, ഔദ്യോഗിക പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുക. ഹോസ്പിറ്റലിന്റെ ഒരു ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് എന്ന് പറയുന്ന അല്ലെ, റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുക. സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ദ ഗവേണിംഗ് ബോഡി. ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ, വാർഷിക റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക.
submit annual report to the governing body. അത് ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകള് പേജ് നമ്പർ എത്രയാ പറഞ്ഞ 123യോ? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിലെ വ്യത്യാസം ഉണ്ടാവും, അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ടെക്സ്റ്റിൽ എത്രയാന്നുള്ളത് 100. ഓക്കെ, ശ്രീലക്ഷ്മി ആയിരുന്നു 123. ഓക്കെ, നമ്മുടെ ഭരണസമിതിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താ? ഡൊണേറ്റ് ടു ഡിവൈസിംഗ് ആനുവൽ ബഡ്ജറ്റ്. ഡിവൈസിംഗ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്യുക. ആനുവൽ ബഡ്ജറ്റ് അത് ആസൂത്രണം ചെയ്യുക. ഇതിന് എന്താ വാർഷിക ബഡ്ജറ്റുകള് നമ്മള് രൂപപ്പെടുത്തുകയും അതിനുള്ള ഡൊണേറ്റ് സംഭാവനകൾ കാര്യങ്ങൾ ചെയ്യുക. അതായത് ആനുവൽ ബഡ്ജറ്റുകൾ ആസൂത്രണം ചെയ്യുക. ഡിവൈസിംഗ് ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക. ഓക്കെ, അതിനുള്ള കാര്യങ്ങൾ, അതിനുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യുക. ഇത്രയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതില് ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്ന് ചോദിക്കാം. ഇനി ചില പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ നമുക്ക് അവിടെ കൂട്ട് ചോദിക്കാം. Who is responsible to ensure that all the department function in a smooth and efficient manner? Whose responsibility is this? Our responsibility of hospital administrator. അത് വായിക്കുമ്പോൾ അത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, അത് അവിടെ ടിക്ക് ഇട്ട് വെച്ചോ. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫലപ്രദമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരിക്കണം? ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ അദ്ദേഹത്തിന് വേണം? ആ റോള് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് അല്ലെ, അദ്ദേഹത്തിന് അവിടുത്തെ നിയമങ്ങള്, അതുപോലെ തന്നെ ജോബ് റെസ്പോൺസിബിലിറ്റി, അവിടുത്തെ അതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ വേണം? അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, എന്തിനൊക്കെ ഉള്ള കഴിവാണെന്ന് നോക്കിയേ. മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. ഒന്നാമത്തെ എന്താ? വർക്കില് നല്ല പ്രാവീണ്യം വേണം, നല്ല കഴിവ് വേണം, ജോലിയില് നല്ല കഴിവ് വേണം. ഒരു എബിലിറ്റി ഇല്ലാത്ത ഒരാളെ കൊണ്ടൊന്നും നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റില്ല അല്ലെ. എന്ത് വേണം? കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിവ്. എന്ത് കാണിക്കണം? നല്ല കഴിവ് കാണിക്കണം. വർക്കില് നല്ല കഴിവ് കാണിക്കണം, അത് നല്ല കഴിവുള്ള ആളായിരിക്കണം. മസ്റ്റ് ഷോ കോമ്പീറ്റൻസ് അറ്റ് വർക്ക്. ജോലിയിൽ നല്ല കഴിവുള്ള ആളായിരിക്കണം. ഇനി രണ്ടാമത്തെ മസ്റ്റ് ബി സെൻസിറ്റീവ് ടു ഓർഗനൈസേഷൻസ് ആൻഡ് സ്റ്റാഫ് പ്രോബ്ലംസ് ആൻഡ് റിക്വയർമെന്റ്സ്. എങ്ങനെയായിരിക്കണം? ഓർഗനൈസേഷന്റെ, ആ സ്ഥാപനത്തിന്റെ, ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങള് അല്ലെ, അതുപോലെ തന്നെ സ്റ്റാഫിന്റെ പ്രശ്നങ്ങള്, അവർക്കുടെ ആവശ്യകതകള്, ഇതിനോടൊക്കെ സെൻസിറ്റീവ് ആയിരിക്കണം. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനോട് എന്താ റെസ്പോണ്ട് ചെയ്യുന്ന, സംവേദനക്ഷമതയുള്ള അല്ലെ. അതായത് ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങളായിക്കോട്ടെ, സ്റ്റാഫിന്റെ റെസ്പോൺസീവ് ആയിരിക്കണം. ഓക്കെ, വെരി ഗുഡ്, റെസ്പോൺസീവ് ആയിരിക്കണം. അതായത് സ്റ്റാഫിനുണ്ടാകുന്ന പ്രശ്നങ്ങള്, അവർക്കുടെ ആവശ്യകതകള്, ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് നല്ല ഉത്തരവാദിത്വം വേണം അല്ലെ. അവർക്കുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താ, അത് പെട്ടെന്ന് തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യണം. അതിന് എന്താണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ആവശ്യകതകൾ എന്താന്ന് വെച്ചാൽ അത് നടപ്പിലാക്കി കൊടുക്കുക അല്ലെ. അതുപോലെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ആളായിരിക്കണം, സെൻസിറ്റീവ് ആയിരിക്കണം, അതിനോട് പ്രതികരിക്കുന്ന ആളായിരിക്കണം. അല്ലെങ്കിൽ അതെന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റൂല. സ്റ്റാഫിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമുക്ക് എന്താ എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പാടില്ല. അതിനോടൊക്കെ നല്ല റെസ്പോണ്ട് ചെയ്യുന്ന, ആക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ അത് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല കഴിവ് വേണം.
അടുത്ത് നോക്കിയേ, ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. ഫോർസീ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. എന്തിനുള്ള കഴിവ് വേണം? ഹാസ് ദ കപ്പാസിറ്റി ടു ഫോർസീ ആൻഡ് പ്ലാൻ. കാര്യങ്ങള് മുൻകൂട്ടി കാണാനും ആസൂത്രണം ചെയ്യാനുമുള്ള കഴിവ് വേണം. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാഫിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള് അത് എന്തൊക്കെയാണ്, അതിനെ പ്ലാൻ ചെയ്യാനും അത് നമ്മൾ അവര് പറയാതെ തന്നെ ഉണ്ടോ, അതിനോട് എന്താണ് ഒരു മുൻകൂട്ടി കണ്ടറിഞ്ഞ് ചെയ്യാൻ, അല്ലെ, മുൻകൂട്ടി കാണാനുമുള്ള ഒരു കഴിവ് വേണം. അടുത്ത പോയിന്റ് എന്താ? ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. ഇനി എന്തിനുള്ള കഴിവ് വേണം? പ്രൊഡ്യൂസ് പുതിയ ന്യൂ ഐഡിയ, അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് വേണം, എബിലിറ്റി വേണം. ഹാസ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയ. പുതിയതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, ഐഡിയാസ്, അല്ലെ, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് വേണം. അല്ലെ, ഹോസ്പിറ്റലിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനും ഒക്കെ പുതിയതായിട്ടുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ഉള്ള അതിനുള്ള ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ, അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അടുത്ത് നോക്കിയേ, ഹാസ് ദ കപ്പാസിറ്റി ടു കോർഡിനേറ്റ്. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ഏകോപിപ്പിക്കുക. ഓർഗനൈസ് സംഘടിപ്പിക്കുക. ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യുക. റിസോഴ്സസ് എന്തിനുള്ള കഴിവ് വേണം? റിസോഴ്സുകൾ അതിനെ ഏകോപിപ്പിക്കാനും അത് ഓർഗനൈസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വിതരണം ചെയ്യാനുമുള്ള കഴിവുകൾ വേണം. ഹോസ്പിറ്റലിലെ ഓരോ റിസോഴ്സുകള്, വിഭവങ്ങള് അത് നല്ല രീതിയിൽ അത് വിതരണം ചെയ്യാനും അത് സംഘടിപ്പിക്കാനും അതിനെ ഏകോപിപ്പിക്കാനുമുള്ള ഒരു കഴിവ് വേണം. Then must be able to delegate work and make sufficient efficient use of his or her own time. കണ്ടോ, എന്താണ് വർക്കിൽ ഡെലിഗേറ്റ് ആയിരിക്കണം. ഡെലിഗേറ്റ് എന്ന് വെച്ചാൽ എന്താ? എന്താ ഡെലിഗേറ്റ്? എന്താ നമ്മൾ പറയില്ലേ, നമ്മൾ നല്ല ഡെലിഗേറ്റഡ് ആണ് എന്ന് വെച്ചാൽ എന്താ? ഡെലിഗേറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് നമുക്ക് തന്നേക്കണ വർക്ക് നല്ല കൃത്യമായിട്ട്, അല്ലെ, നല്ല ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, അല്ലെ, അതിനോട് നല്ല ആത്മാർത്ഥതയായിട്ട് നല്ല കൃത്യമായിട്ട് ചെയ്യാനുള്ള കഴിവ് വേണം. ഇപ്പൊ നമുക്ക് തന്നേക്കണ ജോലി പകുതി ചെയ്ത് ബാക്കി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെയാ. ആൻഡ് മേക്ക് എഫിഷ്യന്റ് യൂസ് ഓഫ് ഹിസ് ഓർ ഹർ ഓൺ ടൈം. അവന് അനുവദിച്ചിട്ടുള്ള ടൈമില്ലേ, ഇത്ര ജോലിക്ക് ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ എന്നൊക്കെ ഇല്ലേ, അപ്പൊ അത്രയും സമയം, അല്ലെ, അവന് ആ എഫിഷ്യന്റ് ആയിട്ടുള്ള അവന് ആ അനുവദിച്ചിട്ടുള്ള ടൈം അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും അതുപോലെ വർക്കില് ഡെഡിക്കേറ്റ് ആയിരിക്കും വേണം. അതിനുള്ള ഒരു കഴിവ് വേണം. ചിലര് 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ പറയും, ബാക്കി 3 മണിക്കൂർ വെറുതെ ഇരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ വർക്കിൽ നല്ല എഫിഷ്യന്റ് ആയിരിക്കണം, ആള് നല്ല ഡെഡിക്കേറ്റ് ആയിരിക്കണം. Ability to pursue and develop people. ആളുകളെ ബോധ്യപ്പെടുത്താൻ, മോട്ടിവേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ള മീനിങ് ആട്ടോ pursued. മോട്ടിവേറ്റ് ആൻഡ് ഡെവലപ്പ് പീപ്പിൾ. ആളുകളെ ഡെവലപ്പ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള എബിലിറ്റി വേണം. അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാനുമുള്ള കഴിവ് വേണം. Then should be a good communicator. എങ്ങനെയായിരിക്കണം അദ്ദേഹം? നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം, നല്ലൊരു വക്താവായിരിക്കണം, അല്ലെ, നന്നായിട്ട് ആശയവിനിമയം നടത്തുന്ന ആളായിരിക്കണം. അധികം സംസാരിക്കാത്ത ഒരാളെ കൊണ്ട് നമുക്ക് ആ ഒരു പൊസിഷനിൽ ഇടാൻ പറ്റില്ല, അല്ലെ. എല്ലാവരുമായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോണ്ടേ. ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓടിച്ചാടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവരോടും, സ്റ്റാഫിനോടും പേഷ്യൻസിനോടും എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, ഇങ്ങനെയുള്ള നല്ല കഴിവ് വേണം. ഇവിടെ നമുക്ക് ചോദിക്കാട്ടോ, ഒരു എഫക്റ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? വായിച്ചു നോക്കിയാൽ കിട്ടൂലേ? ഓക്കെ അല്ലേ പോയിന്റ്സ്? ഓക്കെ ആണോ എല്ലാരും? സംശയമൊന്നുമില്ല അല്ലെ? ശീല വേഗം തമ്മിട്ടുണ്ട്. ശ്രീലക്ഷ്മി ഒക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ചെറിയൊരു പാരഗ്രാഫ് ഉള്ളൂ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് പേരിൽ നിന്ന് തന്നെ അറിയാലോ എന്ത് ചെയ്യാണ്, അല്ലെ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്താ? റിസപ്ഷനിസ്റ്റ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ബില്ലുകൾ തയ്യാറാക്കുന്ന ഡ്യൂട്ടിയാണ്, അല്ലെ?
ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹത്തെ ബില്ലിംഗ് ക്ലർക്ക് എന്നും പറയൂ കേട്ടോ. ബില്ലിംഗ് ക്ലർക്ക്, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഓർ ബില്ലിംഗ് ക്ലർക്ക്, ബില്ലുകളൊക്കെ കൈകാര്യം ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മള് റിസപ്ഷന്റെ ഇതിനകത്ത് രജിസ്ട്രേഷൻ ഒക്കെ പറഞ്ഞില്ലേ, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ പറഞ്ഞില്ലേ എന്താണ് പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ആ പേരിൽ നിന്ന് തന്നെ അറിയാം എന്ത് ചെയ്യാണ് അവര് ബില്ലുകളൊക്കെ തയ്യാറാക്കുക. ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ബില്ലുകൾ കാര്യങ്ങളൊക്കെ വേഗം റെഡിയാക്കി കൊടുക്കുക, അതൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ഡ്യൂട്ടി. നോക്കിയേ, ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. അവിടെ ചോദിക്കാം ഹു പ്രിപ്പയർ ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ബിൽസ് തന്നെയാണ് കേട്ടോ, അതായത് ബില്ലിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ടാവും, അതാണ് ഇൻവോയ്സസ് എന്ന് പറയുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആയിരിക്കും, ബില്ലിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബിൽസും ഇൻവോയ്സും പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് പ്രിപ്പയർ ഓൺ ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് എന്താണ്? ബില്ലുകളും ഇൻവോയ്സുകളും തയ്യാറാക്കുന്നു. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ. അപ്പൊ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറയും. താഴെ വരുന്നുണ്ട് കേട്ടോ, ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറയൂ കേട്ടോ. ഇത് ചോദിക്കാറുണ്ട്, പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് പറയാം, ബില്ലിംഗ് ക്ലർക്ക് എന്നും പറയാം. ആ പേര് നോക്കി വയ്ക്കാം. ഇപ്പൊ റിസപ്ഷനിസ്റ്റിന് നമ്മൾ കുറെ ഇത് പറഞ്ഞില്ലേ, ഫ്രണ്ട് ഓഫീസ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ, അതുപോലെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? ബില്ലിംഗ് ക്ലർക്ക് എന്നും പറയും. അതർ നെയിം ഒന്ന് നോക്കി വെക്കാം. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് ബിൽസ് ആൻഡ് ഇൻവോയ്സ്. ബില്ലുകളുടെയും ഇൻവോയ്സിന്റെയും അതൊക്കെ പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ തയ്യാറാക്കുന്ന ഒരു കേന്ദ്ര സ്ഥാനമാണ്, സെന്റർ ആണ് ആര്? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്. ഹോസ്പിറ്റലിന്റെ സാമ്പത്തികപരമായിട്ടുള്ള റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ലുക്കിംഗ് ഓവർ കോൺട്രാക്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ഡേറ്റാബേസ് ആസ് റിക്വയർമെന്റ്. അല്ലെ, ഇനി ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് പകർന്നു വെക്കുന്നതാണ്, അതായത് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്, അതാണ് ഡേറ്റാബേസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള വസ്തുക്കൾ, അതാണ് ഡേറ്റാബേസ്. അത് അപ്ഡേറ്റ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യാനുസരണം അതായത് ആ സിസ്റ്റത്തിലേക്ക് കറക്റ്റ് ആയിട്ട് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. എല്ലാ കോൺട്രാക്റ്റുകൾ കാര്യങ്ങൾ അതൊക്കെ നോക്കുക. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ബില്ലുകളും ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുക. ഇതെല്ലാം ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. The job also necessitates seeing it that all the information is entered correctly and making financial report. എന്താ ആ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ ജോലിക്ക് ഇത് അത്യാവശ്യമാണ്. എന്ത്? The job also necessitates, എന്താ അത്യാവശ്യമാണ്? Seeing to it that all the information is entered. എല്ലാ ഇൻഫർമേഷനും എങ്ങനെ എൻ്റർ ചെയ്യുന്നതാ പറയുന്നേക്കുന്നത്? കറക്റ്റ്ലി, കറക്റ്റ് ആയിട്ട്, അല്ലെ, ഒരു തെറ്റൊന്നും വരുത്താത്ത രീതിയിൽ എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. ഏത് ഡാറ്റാബേസിലേക്ക്? ഹോസ്പിറ്റൽ സിസ്റ്റത്തിലേക്ക്, കളി റെക്കോർഡിലേക്ക് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. ആൻഡ് മേക്കിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. മേക്കിംഗ് financial report. While their role is often overlooked owing to its back-end nature. അവർക്കുടെ ഒരു ജോലി എന്ന് പറയുന്ന റോൾ എന്താ? അവര് ഡയറക്റ്റ് ചെയ്യുന്നതാണോ? ഡയറക്റ്റ് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മള് ആരാ? ഡോക്ടറാണ്, ഡോക്ടർ ആയിരിക്കും നമ്മളെ നേരിട്ട് നമ്മളെ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മളൊരു ബാക്ക് നേച്ചർ, ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. നമുക്ക് വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ബില്ലുകൾ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആളാണ്. അവര് ഒരു ബാക്ക് നേച്ചർ, ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് അതിന്റെ ആക്ടേഴ്സ് ആണ് നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്, അല്ലെ? ഇപ്പൊ മോഹൻലാല്, മമ്മൂട്ടി, ഇങ്ങനെ ആക്ടേഴ്സിനെയാണ് നമ്മള് ഫ്രണ്ടിൽ അവര് നിന്ന് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അവരെയാണ് നമ്മൾ. പക്ഷെ അതിന്റെ ബാക്ക് എൻഡ്, ബാക്കി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? അല്ലെ? ആ ഒരു സിനിമയുടെ വിജയത്തിന് ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അല്ലെ? നമ്മളിപ്പോ അവരെ ഒന്നും നമ്മൾ അവരുടെ പേരൊക്കെ കാര്യം സിനിമ കൊടുക്കുമ്പോ ഇങ്ങനെ എഴുതി കാണിക്കും, പക്ഷെ നമ്മൾ അതൊന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല.
അല്ലേ? പക്ഷെ എന്താ പറയാ, ആ ഒരു സിനിമയുടെ വിജയത്തിന് എത്ര രാത്രികളോ ഒക്കെ അവരല്ലേ, മാസങ്ങളോളം ഒക്കെ അവരുടെയൊക്കെ ഒരുപാട് കഠിന പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ആ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അത്രയും ഹാർഡ് വർക്കിംഗ് അല്ലെ, എല്ലാവരുടെ ഒരു ഒത്തൊരുമ, എല്ലാ കാര്യങ്ങളും ഇതായിട്ടല്ലേ നമ്മൾ അതൊരു വിജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അധികം ശ്രദ്ധിക്കുന്ന പോലെ കൂടിയില്ല. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അവർക്കിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഡയറക്ടർ, പ്രൊഡ്യൂസർ എക്സെട്ര അതേ വന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടറിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട്. പക്ഷെ എന്താ, ഡോക്ടറിനാണെങ്കിലും എന്താ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അത് അവർക്കുടെ ഒരു ബാക്കിംഗ് നേച്ചറാണ്. അതായത് എന്താ, അവര് ഡയറക്റ്റ് നമ്മുടെ പേഷ്യന്റ് കെയറിൽ ഇൻവോൾവ് അല്ല അല്ലെ, ഡയറക്റ്റ് പേഷ്യന്റ് കെയറിൽ ഇൻവോൾവ് അല്ല, അത് ബാക്കിംഗ് നേച്ചറാണ്. ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ് വാല്യുബിൾ സപ്പോർട്ട് ടു ക്ലിനിഷ്യൻ. കണ്ടോ, ഡോക്ടേഴ്സിനെ ക്ലിനിഷ്യന് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ദാറ്റ് ദേ സപ്പോർട്ട് പ്രൊവൈഡ്സ് ടു ഗെറ്റ് പെയ്ഡ് ഫോർ സർവീസസ് റെൻഡേർഡ്. അല്ലെ, അവര് നൽകുന്ന സർവീസിന് ഇപ്പൊ ഡോക്ടറിനാണെങ്കിലും സാലറി കൊടുക്കണ്ടേ? ബില്ല് കാര്യങ്ങളൊക്കെ ആരാണ് സെറ്റ് ചെയ്യുന്നത്? അല്ലെ, കമ്പ്യൂട്ടറിൽ നോക്കി ഡോക്ടർ എത്ര ദിവസം വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഡോക്ടർ ലീവ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കി അവർക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ സാലറി പേയ്മെന്റ് കാര്യങ്ങള് ഇതൊക്കെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് അല്ലേ? അവരല്ലേ ബില്ല് കാര്യങ്ങള് ഇതെല്ലാം ശരിയാക്കി കൊടുക്കുന്നത്. അപ്പൊ അവര് ബാക്കിംഗ് നേച്ചറാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ബാക്കിംഗ് പ്രവർത്തിക്കുന്നവരാണ്. ഈ നമ്മുടെ ഫിസിഷ്യന്, ക്ലിനിഷ്യനൊക്കെ നല്ലൊരു സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ടു ഗെറ്റ് പെയ്ഡ് ഫോർ സർവീസസ് റെന്റഡ്. അല്ലെ, അവർക്ക് അത് കൊടുത്ത സർവീസ്, ആ ഡോക്ടർ ക്ലിനിഷ്യൻ കൊടുക്കുന്ന സർവീസിന് ഇത്ര വെറുതെ ഫ്രീ സർവീസ് ഒന്നും അല്ലല്ലോ അല്ലെ, ഡോക്ടറിന് അതിന്റെ സാലറി ഇല്ലേ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവര് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ ആർ എക്സ്പെക്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്ലെയിം സബ്മിഷൻ. പിന്നെന്താ, ക്ലെയിമുകൾ ഉണ്ടാവും, അതൊക്കെ കറക്റ്റ് ആക്കാൻ അല്ലെ, മെഡിക്ലെയിംസ് പോലുള്ള ക്ലെയിമുകൾ ഉണ്ടാവും, അത് സെറ്റ് ചെയ്യാൻ. ആൻഡ് റീഎംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾസ് for both the government and private insurance. Reinforcement protocol എന്ന് പറഞ്ഞാൽ തിരിച്ചടവ്, തിരിച്ചടവാണ്. അതായത് നമ്മുടെ ഗവൺമെന്റിനും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾക്കും വേണ്ടി ക്ലെയിമുകൾ സമർപ്പിക്കല്, അതിന്റെ റീഎംബേഴ്സ്മെന്റ് പ്രോട്ടോകോൾസ്, തിരിച്ചടവുകള്, അതെല്ലാനും അവര് കറക്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പ്രതീക്ഷിക്കും, അവര് മനസ്സിലാക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് അവരത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത്, ക്ലർക്ക് ഓൾസോ ഓഫർ ഇമ്പോർട്ടന്റ് ഇൻസൈറ്റ് ഇൻ ടു ദ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക്കൽ കംപ്ലൈന്റ്സ് എഫേർട്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ക്ലർക്ക് എന്ന് പറഞ്ഞ ആരാ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ തന്നെയാണ് നമ്മുടെ ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറഞ്ഞേ അല്ലെ. അതാണ് അവിടെ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ക്ലർക്സ് ഓൾസോ ഓഫർ, അതായത് ബില്ലിംഗ് ക്ലർക്ക് ഓൾസോ ഓഫർ ഇമ്പോർട്ടന്റ് ഇൻസൈറ്റ് ഇൻ ടു ദ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക്കൽ കംപ്ലൈന്റ്സ് എഫേർട്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഒരു ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ക്ലിനിക്കിനെ പരിപാലിക്കാനുള്ള എഫേർട്ടുകള്, റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഉൾക്കാഴ്ചകളും എന്ത് ഈ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ് ഓഫർ ചെയ്യുന്നു, അവര് വാഗ്ദാനം ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് അത് തന്നേക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഫസ്റ്റ് സെന്റൻസ് അവിടെ അത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഹു പ്രിപ്പയർ ബിൽസ് ആൻഡ് ഇൻവോയ്സ്, അതായത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ആ ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ അതിന്റെ ഫുള്ള് ആ സെന്റൻസ് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം കേട്ടോ. മെയിൻറ്റെയിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്, ലുക്കിംഗ് ഓവർ കോൺട്രാക്ട് ആൻഡ് അപ്ഡേറ്റിംഗ് ഡാറ്റാബേസ് ആസ് റിക്വയർഡ്. അങ്ങനെ ആ സെന്റൻസ് തന്നെ ഫസ്റ്റ് ഡാഷ് ഇട്ട് തരാം. ഡാഷ് സെന്റേഴ്സ് ഓൺ പ്രിപ്പയറിംഗ് അങ്ങനെ വേണമെങ്കിൽ തരാം. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് അദ്ദേഹത്തിന്റെ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ മറ്റു പേരാണ് ഏത്, ബില്ലിംഗ് ക്ലർക്ക് എന്നും അവരെ പറയാം. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്നൊന്ന് നോക്കി വെച്ചേക്കാം, ബാക്കിയൊന്ന് വായിച്ചു വെച്ചാൽ മതി. അത് പൂർണ്ണമായിട്ട് ചോദിക്കാം. പിന്നെ അതിനകത്ത് അതർ നെയിം കൂടി നോക്കാം. റിസപ്ഷനിസ്റ്റിന്റെ, അതാ ഞാൻ ആദ്യം പറഞ്ഞേ, റിസപ്ഷനിസ്റ്റിന്റെ പല പേരുകൾ നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ തന്നെ ബില്ലുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന റിസപ്ഷനിസ്റ്റ് എന്താ ചെയ്യുന്നേ, പേഷ്യന്റ് രജിസ്ട്രേഷൻ ചെയ്യല്ലേ, ഓഫീസർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ ഓരോ പൊസിഷൻ, അതുപോലെ ഒരു ഇതാണ് ഇത് ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റ്. ബില്ലുകള്, ഇൻവോയ്സുകൾ തയ്യാറാക്കുന്നു, ബില്ലിംഗ് ക്ലർക്ക് എന്നും അറിയപ്പെടുന്നു. ക്ലിയർ അല്ലേടാ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി
അപ്പൊ നമ്മൾ ആ ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാന് തേർഡ് മൊഡ്യൂളില് എനിക്ക് തന്നേക്കുന്ന പോർഷൻസ് എന്റെ കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫോർത്ത് മൊഡ്യൂളിലേക്കാണ് കേട്ടോ. ഫോർത്ത് മൊഡ്യൂളില് ഞാൻ ഇപ്പൊ തുടങ്ങുന്നത് പത്താമത്തെ ചാപ്റ്റർ. അതായത് ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ വന്നത് കൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ ആദ്യം എടുക്കാം, എന്നിട്ട് പിന്നെ അടുത്ത ചാപ്റ്ററുകൾ നോക്കാം. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് ലാസ്റ്റ് മൊഡ്യൂൾ 3-ലെ 13ാമത്തെ ചാപ്റ്റർ. ഇനി നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 4-ലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ ഒന്ന് ഷെയർ ചെയ്തത് കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഇതിന്റെ ഏകദേശം അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതിനെ കണ്ടിന്യൂ ചെയ്തെടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ 10ാമത്തെ ചാപ്റ്റർ ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ ചാപ്റ്റർ അതിനകത്ത് 10ാമത്തെ ചാപ്റ്റർ ആണ് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ നിങ്ങള്? റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 10th ചാപ്റ്റർ. നിങ്ങളുടെ പേജ് നമ്പർ ചോദിച്ചിട്ട് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. 94. പക്ഷേ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിന്റെ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ്. നിങ്ങളുടെ ചിലപ്പോൾ 94 പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ 10ാമത്തെ ചാപ്റ്റർ ആണ്. ഇൻഡെക്സ് ഒന്ന് നോക്കട്ടെ. ഇല്ലല്ലേ? ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ഇതിന്റെ മുന്നിൽ ചാപ്റ്റർ 10 പേജ് നമ്പർ 94. എന്റെ പേജ് നമ്പർ 94 ആയിരിക്കില്ല. ഓക്കെ, 94 തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റില് സെയിം തന്നെയാണ്, ചില ചാപ്റ്ററിനൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ പോലെ വരുന്നോണ്ടാണ് കേട്ടോ ഞാൻ ഇത് എടുക്കുന്നത്. 10th ചാപ്റ്റർ ഒന്ന് നോട്ട് ചെയ്തോടെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഷെയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആണല്ലേ? ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? കുറച്ചൊക്കെ അതിനകത്ത് പഠിച്ചതാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഇത് റെസ്പോൺസിബിലിറ്റി മാത്രമേ പറയുന്നുള്ളൂ. അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കിയേ. നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചുരുക്കി ഒറ്റ വാക്കി പറയെന്ത? ഓവറോൾ മാനേജ്മെന്റ് അല്ലെ? ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു ഭരണം, അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ ഇപ്പോ ഒരു ഹോസ്പിറ്റല് നമ്മൾ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ടോ കുറച്ച് സ്റ്റാഫുകൾ ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല അല്ലെ? അതിന്റെ ആ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതായത് ആ ഹോസ്പിറ്റലിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ബാക്കിൽ ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ? അവർക്കുടെ ആ ഒരു ടാലന്റ് അല്ലെങ്കിൽ അവർക്കുടെ ആ ഒരു ഇത് കൊണ്ടാണ് ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ഇപ്പൊ ഡോക്ടറിന് തന്നെ വന്നിരുന്ന് പേഷ്യന്റിന്റെ വരിക, നോക്കുക, മരുന്ന് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളൂ. ഇപ്പൊ റിസപ്ഷനിസ്റ്റ് ആണ് രജിസ്ട്രേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ സ്പെഷ്യലിസ്റ്റിന്റെ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ടത്. പക്ഷെ ഇവരുടെ എല്ലാവർക്കുടെയും ഓവറോൾ മാനേജ്മെന്റ് ആർക്കുടെ കയ്യിലായിരിക്കുന്നേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ തന്നെ അറിയാലോ അല്ലെ? നമുക്ക് അത്ര ടാലന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ പൊസിഷൻ. ഓവറോൾ മാനേജ്മെന്റ് ആണ്. നോക്കിയേ, നോൺ ക്ലിനിക്കൽ ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും, ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല അല്ലെ? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും, ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഈ പ്രവർത്തനങ്ങള് അതിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നോൺ ക്ലിനിക്കൽ ജോബ്സ്. ക്ലിനിക്കൽ ജോബ് മാത്രം മതിയോ? നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ് കേട്ടോ. ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, അഡ്മിനിസ്ട്രേഷൻ, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ മാത്രം പോരാ അല്ലെ? ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ. ഇതും കൂടി വേണം.
ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയറിന്റെ ഒരു നല്ലൊരു പ്രവർത്തനത്തിന് എന്ത് കൂടി ആവശ്യമാണ്? നോൺ ക്ലിനിക്കൽ ജോബ്സ്, അതായത് അഡ്മിനിസ്ട്രേഷന് കൂടി ആവശ്യമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ് നോൺ ക്ലിനിക്കൽ ജോബ്സ് പറയുന്നത്. അപ്പൊ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച്, ഡാഷ് ജോബ്സ് ആർ നെസസറി ഫോർ എ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ സെന്റേഴ്സ്. ഇതാണ് നോൺ ക്ലിനിക്കൽ ജോബ്സ്. ഇപ്പൊ ക്ലിനിക്കൽ എന്ന് വരാം, നോൺ ക്ലിനിക്കൽ എന്ന് വരാം, ബോത്ത് എ ആൻഡ് ബി വരാം, നൺ ഓഫ് എ ബോത്ത് വരാം കേട്ടോ. രണ്ടും നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ നോക്കി എഴുതുക, അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം അവിടെ. These administrative roles could see you working in different departments in the hospital. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനത്തിന് ഈ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ആ റോൾസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാന്ന് നോക്കിയാൽ അവിടെ കൊടുത്തേക്കണേ, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ആദ്യം തന്നെ ഇവിടെ നമുക്ക് 1, 2, 3 നമ്പർ ഉണ്ട്, 11 എണ്ണം തന്നിട്ടുണ്ട്. 11 10 10 റെസ്പോൺസിബിലിറ്റി ആണേക്കുന്നത്. 10 എണ്ണത്തിന്റെ പേര് നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. 10 ഉള്ളൂ. പിന്നെ അതിന്റെ ഒരു പാരഗ്രാഫ് പോലെയാണ് അടുത്ത 11 നമ്പർ ഇട്ടേക്കണേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ നമ്പർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 10 എണ്ണം നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് ഉണ്ട്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിക്കാം. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കി വെക്കാം. റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നേ നോക്കി. Hospital administrator play an important role in overseeing the operation and the management of healthcare facility. Who overseeing the operation and management of healthcare facility? ആരാ എല്ലാ പ്രവർത്തനങ്ങളും മാനേജ്മെന്റും ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഒക്കെ മേൽനോട്ട് വഹിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ, അങ്ങനെ ചോദിക്കാം. Overseeing the operations and management of healthcare facility. ആരാണ്? hospital administrators. Their responsibility typically consists of, അവരുടെ റെസ്പോൺസിബിലിറ്റിയിലെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് ചെയ്യുന്നത്? എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണുള്ളേ? എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി? ഒന്നാമത്തെയാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്താണ് സ്ട്രാറ്റജിക്? സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം അല്ലെ? വെറുതെ പ്ലാൻ ചെയ്താൽ പോരാ. നല്ല സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താ? എല്ലാ കാര്യങ്ങളുടെയും മാനേജ്മെന്റ്. നിങ്ങൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യില്ലേ അല്ലെ? നമ്മൾ ഒരു പൈസ പോലും നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ വളരെ തന്ത്രപരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ പിടിച്ച് ക്യാഷ് ഒക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പോകാം അല്ലെ? നമ്മൾ കിട്ടണത് അതുപോലെ തന്നെ ചെലവാക്കിയ കാര്യമില്ല. അപ്പൊ എന്താണെങ്കിലും നമ്മളിപ്പോ ഈ ഹോസ്പിറ്റലിലേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പൊ വെറുതെ ഒന്നും നമ്മൾ തോന്നി ഇന്നത്തെ എങ്ങനെയാ അല്ലെങ്കിൽ നാളെ എങ്ങനെയാവട്ടെ അങ്ങനെയല്ല. അവരെന്താണ്, അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. ആസൂത്രണം വേണം, പ്ലാനിങ് വേണം, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. Hospital administrators are accountable for developing long-term strategic planning strategies and goals for the hospital. ഹോസ്പിറ്റലിന്റെ ഗോൾസ്, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം അല്ലെ, ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ലോങ് ടേം ദീർഘകാല ആസൂത്രണം. അതായത് നമ്മള് ഇങ്ങനെ ഇപ്പൊ ഇന്നത്തേക്കുള്ളതല്ല, നമ്മള് ലോങ് ടൈം പ്ലാനിങ് ആണ് അല്ലെ? ലോങ് ടൈം സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് നമ്മുടെ ഹോസ്പിറ്റലിലെ സ്മൂത്ത് ആയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മള് സ്ട്രാറ്റജീസ്, ആസൂത്രണങ്ങള്, കാര്യങ്ങള്, അതുപോലെ ഗോൾസ്, ഹോസ്പിറ്റലിന്റെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash are accountable for developing long-term strategic and goals for the hospital. First line അതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ലക്ഷ്യങ്ങളും ഒക്കെ വികസിപ്പിക്കുന്നതിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഇതിൽ മിക്കതിന്റെ ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് തന്നെയാണ് വന്നത്. ഈ ചോദ്യം നമുക്ക് പഠിച്ചു പോയാൽ മതി. ആൻസർ അറിയാലോ. ഇതിന് ഏത് പോയിന്റിൽ നിന്നും റെസ്പോൺസിബിലിറ്റി ചോദിച്ച ആൻസർ ഒന്നേ ഉള്ളൂ. ആര്?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആൻസർ പഠിച്ചില്ല എല്ലാവരും? ആൻസർ പഠിച്ചില്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാക്കി പോലെ നമുക്ക്. ഓക്കെ, അപ്പൊ ഒന്നാമത്തേല് ഒന്ന് സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്നുള്ളതില് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അവിടെ നമുക്ക് ഡാഷ് ഇട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഹൂ ഇട്ട് ചോദിക്കാം, ആരാണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് അപ്പൊ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ളതിൽ വരുന്നത്? അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്സ്, മാർക്കറ്റ് ട്രെൻഡ്സുകള് എന്ന് വിശകലനം ചെയ്യുക. മാർക്കറ്റില് കാര്യങ്ങള് നമ്മൾ അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിശകലനം ചെയ്യുക. മാർക്കറ്റ് ട്രെൻഡ്സുകള് അനലൈസ് ചെയ്യുക. ഐഡന്റിഫൈങ് ഏരിയ ഫോർ ഇംപ്രൂവ്മെന്റ്, ഇനി ഹോസ്പിറ്റലിലെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏരിയകള് ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. ഏതൊക്കെ ഏരിയകളിൽ നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തണം അല്ലെ, അത് ആ ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് ഡിവൈസിങ് plan to improve the hospital services and operations. ഹോസ്പിറ്റലിലെ ഡിവൈസിംഗ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്യുക. devising plans to improve the hospital services and operations. ഹോസ്പിറ്റലിലെ സേവനങ്ങള്, പ്രവർത്തനങ്ങള് ഇതിനൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ആസൂത്രണം ചെയ്യുക. devising plan to improve the hospital services and operations. ഇതെല്ലാം ആരാണ് ചെയ്യുന്നതാണ്? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ വരുന്നതാണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതിയായി കേട്ടോ. അതില് രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇനി അവരെന്ത് ചെയ്യണം? സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങള്. ഒന്നാമത് കിട്ടിയോ? സ്ട്രാറ്റജിക് പ്ലാനിങ്, തന്ത്രപരമായിട്ടുള്ള ആസൂത്രണം. എന്തിനു വേണ്ടിയിട്ട്? ഹോസ്പിറ്റലിന്റെ ഗോൾസ് അല്ലെ, അതുപോലെ തന്നെ ദീർഘകാല ആസൂത്രണങ്ങള്, ഇതൊക്കെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള, വികസിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനാണ്. ഇനി നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ആ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നുള്ളതാ പറഞ്ഞത്. അനലൈസിങ് മാർക്കറ്റ് ട്രെൻഡ്സ്, മാർക്കറ്റ് ട്രെൻഡ്സുകൾ അനലൈസ് ചെയ്യുക. മാർക്കറ്റ് ട്രെൻഡ്സ് എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യുക. ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഏരിയ ഐഡന്റിഫൈ ചെയ്യുക. ഡിവൈസിങ് പ്ലാൻ ടു improve the hospital services and operations. ഹോസ്പിറ്റലിലെ സേവനങ്ങള്, പ്രവർത്തനങ്ങള് ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്ലാൻ, അത് നമ്മൾ ആസൂത്രണം ചെയ്യുക. രണ്ടാമത്തെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സാമ്പത്തികപരമായിട്ടുള്ള അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള് മാനേജ്മെന്റ്. Administrators supervise the hospital budgeting and financial operation. Dash supervise the hospital's budgeting and financial operation. ആരാ? ആൻസർ അറിയാലോ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തതില് നീതി എന്ന് പറഞ്ഞാൽ ഒരു തീക്ഷ്ണമായിട്ട്, തീവ്രമായിട്ട് എന്നുള്ള മീനിങ് ആട്ടോ. തീക്ഷ്ണമായി. They work mainly with the finance terms to monitor revenue. Revenue എന്താ? വരുമാനം. വരുമാനത്തെ മോണിറ്റർ ചെയ്യുക. കൺട്രോൾ എക്സ്പെൻസ്, ചിലവുകളെ നിയന്ത്രിക്കുക. ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സസ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ. ഹോസ്പിറ്റലിലെ വിഭവങ്ങളെ ഫലപ്രദമായ രീതിയിൽ എന്താ മാനേജ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. Then and ensure the financial firms of the organization. ഓർഗനൈസേഷന്റെ സാമ്പത്തിക ദൃഢത ഉറപ്പാക്കുക. ഫേംനെസ്, ദൃഢത. ഹോസ്പിറ്റലിലെ സാമ്പത്തികപരമായിട്ടുള്ള ദൃഢത ഉറപ്പുവരുത്തുക. ഇതെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ റോൾസിൽ വരുന്നതാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തില്ല. ഫിനാൻസ് കാര്യങ്ങളൊക്കെയാണ്, സാമ്പത്തിക പരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. റവന്യൂ. പേജ് നമ്പർ 120 അല്ലല്ലോ, ഇതെത്ര നിങ്ങളുടെ പേജ് നമ്പർ എന്ന് പറഞ്ഞേ? 94. ഓക്കെ, 94. ഫോർത്ത് മൊഡ്യൂൾ ആണ് കേട്ടോ. തേർഡ് മൊഡ്യൂളില് നമുക്ക് തന്ന എല്ലാ ചാപ്റ്ററും കഴിഞ്ഞു നമ്മള്. ഇനി എന്റെ ചാപ്റ്റർ കേട്ടോ. ഇനി നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തത് കൊണ്ട് ഞാൻ ഫോർത്ത് മൊഡ്യൂളിൽ ആദ്യം ചാപ്റ്റർ തുടങ്ങിയതാണ്. 10ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇതെടുത്തത്. നമുക്ക് എളുപ്പമുണ്ടല്ലോ. കുറച്ച് നമ്മുടെ തലയിൽ മുഴുവനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇരിക്കുകയാണ്.
അതുകൊണ്ട് അത് വിട്ടുപോകണ്ട. അത് വേറെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് പോകുമ്പോ പിന്നെ ആദ്യം മുതൽ നമുക്ക് ചിലപ്പോ അതൊക്കെ ഓർക്കേണ്ട വരും. ഇതിപ്പോ ഓൾറെഡി അത് പഠിച്ചതുകൊണ്ട് അല്ലെ, പഠിച്ചത് കൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്ത് ചോദിച്ചാലും നമ്മൾ ആൻസർ അവിടെ ഉണ്ട് അല്ലെ. എല്ലാവർക്കും തലയിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ആൻസർ ചെയ്തും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അതൊക്കെ ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. Who supervise the hospital budgeting and financial operations പ്രവർത്തനങ്ങൾ ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്യുന്നതാണ്. എന്ത് പറഞ്ഞേക്കുന്നത്, നമ്മുടെ റവന്യൂ, നമ്മുടെ ഹോസ്പിറ്റലിലെ വരുമാനം, റവന്യൂ അതിനെ മോണിറ്റർ ചെയ്യണം, എക്സ്പെൻസുകളൊക്കെ നിയന്ത്രിക്കണം, റിസോഴ്സുകൾ ഫലപ്രദമായ രീതിയിൽ വിതരണം ചെയ്യണം, പിന്നെ ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള ദൃഢത ഉറപ്പുവരുത്തണം. ഇനി മൂന്നാമത്തെ നോക്കിയേ, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസി ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഹോസ്പിറ്റലിന്റെ പോളിസികളെ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഹു ഇംപ്ലിമെന്റ് ഹോസ്പിറ്റൽ പോളിസി? ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ അടുത്തൊരു റോളാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ് പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. ഇത് 10 കഴിയുമ്പോഴത്തേക്ക് 10 ബൈ ഹാർട്ട് ചെയ്തോളാം കേട്ടോ. 10 പോയിന്റ്സ് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം മുതലുള്ളത് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അങ്ങനെ 10 പേര് പഠിച്ചു വെച്ചോളാം. പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. മൂന്നാമത്തെ ഏതാ? പോളിസി ഡെവലപ്പ് ചെയ്യുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. Hospital administrators set up policy and procedure to conduct the operation of the facility. Set up the policy and procedure to conduct the operation of the facility. Arana hospital administrators. Hospital policy procedure ഇതൊക്കെ സെറ്റ് ചെയ്യുക. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അല്ലെ, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുക. ഇതെല്ലാം ചെയ്യേണ്ട കാര്യമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. They ensure, അവര് ഉറപ്പുവരുത്തുക, compliances with the legal and regulatory needs. നിയമപരമായിട്ടുള്ള നിയന്ത്രണപരമായിട്ടുള്ള ആവശ്യങ്ങള് അത് പാലിക്കുക. കംപ്ലൈൻസസ് എന്ന് വെച്ചാൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റലിലെ ലീഗൽ ആയിട്ടുള്ള റെഗുലേറ്ററി നിയന്ത്രണപരമായിട്ടുള്ള ആ കാര്യങ്ങള് ആവശ്യങ്ങള് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എൻകറേജ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് ചെയ്യുക. അടുത്ത നോക്കിയേ, and maintain ethical standards within the hospital. ഹോസ്പിറ്റലിലെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ധാർമ്മികപരമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് ആ ഒരു സെന്റൻസ് തന്നാലും നമ്മളോട് ചോദിക്കുകയാണ്, who ensure the compliances with the legal and regulatory needs, encourage patients. ആ സെന്റൻസ് തന്നാലും അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഹോസ്പിറ്റലിലെ നിയമപരമായിട്ടുള്ള നിയന്ത്രണപരമായിട്ടുള്ള ആവശ്യങ്ങള് അത് പാലിക്കുക, പേഷ്യൻസിന്റെ സേഫ്റ്റി എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഹോസ്പിറ്റലിനുള്ളിലെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി ഒരു വലിയൊരു കാര്യം ഉണ്ടല്ലേ, ഹ്യൂമൻ റിസോഴ്സ്, മാൻ പവർ മാനേജ് ചെയ്യണ്ടേ, സ്റ്റാഫുകൾ മാനേജ് ചെയ്യണ്ടേ. Administrators supervise the requirements, hiring ചെയ്യാന്ന് വെച്ചാൽ നിയമിക്കുക, and training of staff members. That supervise the requirement, hiring and training of staff members. ഈ സ്റ്റാഫിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് അവരെ നിയമിക്കുക അല്ലെ. ഓരോ വേക്കൻസി കാര്യങ്ങൾ വരുമ്പോൾ ആ പോസ്റ്റിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, നിയമിക്കുക, ട്രെയിനിങ് കൊടുക്കുക. ഇതെല്ലാം ആരാ ചെയ്യുന്നേ? അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. They produce and maintain a positive work environment. അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ജോലി അന്തരീക്ഷം പ്രൊഡ്യൂസ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് നിലനിർത്തുക. ആരും തമ്മിൽ വലിയ വഴക്കോ ബഹളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു അന്തരീക്ഷം അല്ലെ, അവർക്ക് നല്ല സേഫ് ആയിട്ട് ജോലി ചെയ്യാനുള്ള നല്ലൊരു വർക്കിംഗ് അന്തരീക്ഷം, വർക്കിംഗ് എൻവയോൺമെന്റ്, പോസിറ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. ഇംപ്ലിമെന്റ് പെർഫോമൻസ്
examination system, പ്രകടന നിലവാര സിസ്റ്റം, പ്രകടന വിലയിരുത്തലുകളാണ് കേട്ടോ. എസ്റ്റിമേറ്റ് ചെയ്യുക. ഇംപ്ലിമെന്റ് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. പെർഫോമൻസ് എസ്റ്റിമേഷൻ സിസ്റ്റം, പ്രകടന വിലയിരുത്തൽ സംവിധാനങ്ങൾ നടപ്പിലാക്കുക. ഹാൻഡിൽ എംപ്ലോയി റിലേഷൻ, സ്റ്റാഫുമായിട്ടുള്ള റിലേഷൻസ് അത് കൈകാര്യം ചെയ്യുക. ആൻഡ് അഡ്രസ് സ്റ്റാഫിംഗ് റിക്വയർമെന്റ്സ്, സ്റ്റാഫിന്റെ ആവശ്യകതകൾ അതിനെ അഭിസംബോധന ചെയ്യുക. Then to ensure adequate coverage and optimal staffing level, adequate coverage ഒപ്റ്റിമൽ ആയിട്ടുള്ള സ്റ്റാഫിംഗ് ലെവല് ഇതെല്ലാം ഉറപ്പുവരുത്തുക. അങ്ങനെ മൊത്തത്തിൽ എന്താ പറഞ്ഞ സ്റ്റാഫിന്റെ കാര്യങ്ങളാണ് അവിടെ. മാൻ പവർ ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലെ എല്ലാ മാൻ പവർ സ്റ്റാഫിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാ? കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്. അദ്ദേഹത്തിന്റെ ഏത് റെസ്പോൺസിബിലിറ്റിയാ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അത് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓക്കെ, എന്ത് എളുപ്പമാണല്ലേ? ആൻസർ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചേക്കും അവിടെ. ഇതിനകത്തുനിന്ന് എന്ത് ചോദിച്ചാലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആൻസർ പഠിച്ചു വെച്ചില്ലേ? നല്ല എളുപ്പമില്ലേ? സാധാരണ നമ്മൾ ആൻസർ പഠിക്കുന്നേ. ഇതിപ്പോ ഓൾറെഡി ആൻസർ പഠിച്ചു വെച്ചേക്കും. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, വേഗം പോകാം. അപ്പൊ 4 റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിച്ചത് ഓർക്കണ്ടെന്ന് നോക്കി. ആദ്യം മുതല് മെമ്മറി ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. സ്ട്രാറ്റജിക് പ്ലാനിങ് പറഞ്ഞു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറഞ്ഞു, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ പറഞ്ഞു, ഇനി എന്താ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കിട്ടിയ എല്ലാവർക്കും? നമുക്ക് 10 എണ്ണം കഴിയുമ്പോൾ നമുക്കൊന്ന് മെമ്മറി ടെസ്റ്റ് പറയാം. നമ്മുടെ ലൈവ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ചോദിക്കാറുണ്ട് ഓരോരുത്തരോട്, അല്ലെ? റെക്കോർഡ് ആയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മെമ്മറി ഓർത്ത് പറയാൻ പറഞ്ഞേനെ 10 എണ്ണം ഓർഡർ അനുസരിച്ച്. ഇത് കഴിയുമ്പോഴത്തേക്കും പഠിച്ചു വെച്ചോളൂ കേട്ടാ. ബാക്കി പോകുന്നൊക്കെ ഇട്ട് ചോദിച്ചാലും നമുക്കറിയാം. അവിടെ ഡാഷ് ഇട്ടാലും ആൻസർ പഠിച്ചിട്ടുണ്ട്. ഇനി റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ നമ്മൾ ഈ ഇത് പഠിച്ചു വെക്കാം. ഒരു സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള ഒരു ആസൂത്രണം, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, പോളിസികൾ വികസിപ്പിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ഹ്യൂമൻ റിസോഴ്സ് എന്താ? സ്റ്റാഫ് അല്ലെ? ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സ് മാൻ പവർ, സ്റ്റാഫിന്റെ ട്രെയിനിങ്, അവരെ നിയമിക്കല്, ഇങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഹോസ്പിറ്റലിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് അന്തരീക്ഷം ഇതൊക്കെ കൊടുക്കുക. ഓക്കെ, അടുത്തതാണ് ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് മാനേജ്മെന്റ്. ഇനി ഇപ്പൊ നമ്മൾ മാൻ പവറിന്റെ കാര്യം പറഞ്ഞു. ഇനി എന്ത് വേണം? സൗകര്യങ്ങൾ വേണ്ടേ? ഫെസിലിറ്റി വേണ്ടേ? ഫെസിലിറ്റീസ് ആൻഡ് എക്വിപ്മെന്റ് അല്ലെ? വെറുതെ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാക്കി അവിടെ കുറച്ച് സ്റ്റാഫുകളെ കൊണ്ടുവന്ന കാര്യം മതിയോ? അവിടെ അതിനുള്ള സൗകര്യങ്ങൾ വേണം. അവർക്ക് പ്രോപ്പറായിട്ട് അവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സൗകര്യങ്ങൾ വേണം. അതിനുള്ള എക്യുപ്മെന്റ്സ് വേണം, ഉപകരണങ്ങൾ വേണം. അതിന്റെയൊക്കെ കൈകാര്യം. Administrators are accountable for maintaining a hospital physical infrastructure, then equipment and technology. Underline ചെയ്തിട്ട് ക്വസ്റ്റ്യൻ സെന്റൻസ്. ഹോസ്പിറ്റലിലെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സുകള്, ടെക്നോളജി, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തമാർക്കാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. Dash are accountable for maintaining the hospital physical infrastructure, equipment and technology. Okay അല്ലേ? Dash ഇട്ട് വെക്കാം കേട്ടോ. They supervise maintenance, upgrade and renovation to ensure a safe and efficient environment for the patient, staff and visitors. ഇനി അടുത്ത് നോക്കിയേ, സൂപ്പർവൈസ് മെയിൻ്റനൻസ്. ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് കാര്യങ്ങള്, നമുക്ക് അപ്ഗ്രേഡ്, പുതിയതായിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാം, അതിനകത്ത് ചേർക്കേണ്ടത്. പിന്നെ അതുപോലെ എന്താ? അതിന്റെ റിനോവേഷൻ, റിനോവേറ്റ് ചെയ്യേണ്ടത്, നവീകരിക്കേണ്ടത്, അങ്ങനെയുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ അതിനുള്ള മേൽനോട്ടം കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് ചീത്തയായി കഴിഞ്ഞാൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂല അല്ലെ? അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അത് മെയിൻ്റനൻസ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം, റിനോവേഷൻ ചെയ്യണം അല്ലെ? അതൊന്ന് പുതുക്കണം.
നവീകരിക്കണം. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ടു എൻഷുർ എ സേഫ് ആൻഡ് എഫിഷ്യന്റ് എൻവയോൺമെന്റ് ഫോർ പേഷ്യൻസ്, സ്റ്റാഫ് ആൻഡ് വിസിറ്റേഴ്സ്. പേഷ്യന്റിന്റെ, സ്റ്റാഫിന്റെ, വിസിറ്റേഴ്സ് ഇവർക്കിടെയൊക്കെ ഒരു സുരക്ഷിതമായിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, ഒരു കാര്യക്ഷമമായിട്ടുള്ള അല്ലെ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മെയിൻ്റനൻസ് കാര്യങ്ങള്, അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, റിനോവേഷൻ, ഇതെല്ലാരും സൂപ്പർവൈസ് ചെയ്യുക. ഡാഷ് സൂപ്പർവൈസ്, ആ സെന്റൻസ് തന്നാലും എഴുതാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണെന്നുള്ള രീതിയിൽ എഴുതാവിടെ. ഇനി അടുത്തതാണ്, ആറാമത്തെയാണ് ഇത് ക്വാളിറ്റി അഷൂറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ക്വാളിറ്റി അഷൂറൻസ് പറഞ്ഞ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി അഷൂറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. Administrators work to make sure that high quality healthcare delivery and patient safety within the hospital. ഡാഷ്, അവിടെ ഡാഷ് ഇട്ട് ആ സെന്റൻസ് ചോദിക്കാം. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് to ensure that high quality healthcare delivery and patient safety within the hospital. ആരെ ഉറപ്പുവരുത്തേണ്ടത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് അതിനു വേണ്ടി വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടി? അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ടു മേക്ക്, എന്തിനു വേണ്ടി വർക്ക് ചെയ്യണം? ഷുവർ ദാറ്റ് ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഡെലിവറി, അല്ലെ ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന ഹെൽത്ത് കെയർ ഡെലിവറി നല്ല ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. അല്ലെ നമ്മളൊരു മോശമായിട്ടുള്ള സർവീസ് ആണെങ്കിൽ പിന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവില്ല. അല്ലെ ഹൈ ക്വാളിറ്റിയിലുള്ള ഹെൽത്ത് കെയർ ഡെലിവറി ഉറപ്പുവരുത്തുക. ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, പേഷ്യന്റിന്റെ സേഫ്റ്റി എവിടെ? വിത്തിൻ ദ ഹോസ്പിറ്റൽ. അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. They create and implement quality improvement initiatives. സംരംഭങ്ങള് ക്രിയേറ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനിഷ്യേറ്റീവ്സ്, ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള സംരംഭങ്ങൾ, ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങള്, മോണിറ്റർ പേഷ്യന്റ് ഔട്ട്കം, പേഷ്യൻസിന്റെ റിസൾട്ട് ഔട്ട്കം അത് മോണിറ്റർ ചെയ്യുക. ആൻഡ് എൻകറേജ് അഡ്ഹിയറൻസ് ടു എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസസ് ആൻഡ് ക്ലിനിക്കൽ എവിഡൻസസ്. പേഷ്യൻസിന്റെ ഔട്ട്കം അത് നിരീക്ഷിക്കുകയും എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങള്, ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്, ക്ലിനിക്കൽ മാർഗനിർദ്ദേശങ്ങള്, ഇതെല്ലാം അതൊക്കെ പാലിക്കുന്നതിന് എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹിപ്പിക്കുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അതിനകത്ത് രണ്ട് സെന്റൻസ് തന്നാലും നമ്മള് ഡാഷ് ഇട്ട് ചോദിച്ചാലും who create and implement quality improvement initiatives, monitor patient outcome and encourage adherence to evidence-based practices and clinical guidelines. അല്ലെങ്കിൽ അതിലേതെങ്കിലും കുഞ്ഞിതാക്കി തന്നാലും നോക്കി വെക്കുക. രണ്ട് സെന്റൻസും നോക്കി വെക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് കേട്ടോ. പിന്നെ അത് ക്വാളിറ്റി അഷൂറൻസ് ആൻഡ് പേഷ്യന്റ് ക്വാളിറ്റി, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും പേഷ്യന്റിന്റെ സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? നല്ല ഗുണനിലവാരമുള്ള ഹെൽത്ത് കെയർ ഡെലിവറി, പേഷ്യന്റിന്റെ സേഫ്റ്റി, ഇതെല്ലാം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അല്ലെ അതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. പിന്നെ ഈ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയും ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മള് പേഷ്യന്റിന്റെ ഔട്ട്കം അത് മോണിറ്റർ ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, ക്ലിനിക്കൽ നിർദ്ദേശങ്ങള് ഇതെല്ലാം പാലിക്കുന്നത് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്തതാണ് കമ്മ്യൂണിറ്റി റിലേഷൻ. കമ്മ്യൂണിറ്റി റിലേഷൻ. Hospital administrators play an important role in maintaining a positive relationship with the community. നമ്മുടെ സമൂഹവുമായി നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റിയുമായി നല്ലൊരു ബന്ധം നിലനിർത്തുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ, ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. അപ്പൊ ഡാഷ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ തരാലോ.
ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ? നമ്മുടെ ഒരു സമൂഹവുമായിട്ട് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അല്ലെ? നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ഒരു സമൂഹത്തിൽ ആ ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? എങ്കിലല്ലേ നമ്മളൊക്കെ ആ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ അല്ലെ? പോസിറ്റീവ് ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Play an important role in maintaining a positive relationship with the community. Underline ചെയ്ത first sentence. Community. They engage in community outreach program. അവർ സമൂഹ സമ്പർക്ക പരിപാടികള്, outreach programs, സാമൂഹികമായിട്ടുള്ള സമ്പർക്ക പരിപാടികളില് അവരെന്ത് ചെയ്യുന്നു? അവര് ഏർപ്പെടുന്നു, എൻഗേജ് ചെയ്യുന്നു. എൻഗേജ് ഇൻ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം, അതായത് സമൂഹവുമായിട്ട് നല്ലൊരു സമ്പർക്കം വരുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ, അതിലൊക്കെ അവര് എന്ത് ചെയ്യുന്നു? ഏർപ്പെടുന്നു. Then അടുത്ത cooperate with the local organization and assist the hospital services to meet the healthcare requirements of the community in an effective manner. കോപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. കമ്മ്യൂണിറ്റിയുമായിട്ട് ഒരു നല്ലൊരു ആരോഗ്യ സംരക്ഷണ ആവശ്യകതകള് നല്ല ഫലപ്രദമായിട്ടുള്ള രീതിയിൽ, എഫക്റ്റീവ് മാനർ, ഫലപ്രദമായ രീതിയിൽ നിറവേറ്റുന്നതിന് ഈ ഹോസ്പിറ്റലിനെ സർവ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു? അസിസ്റ്റ് ചെയ്യുന്നു. Assist the hospital services. ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നു. To meet the, എന്തിനു വേണ്ടി? Assist hospital services to meet the healthcare requirements of the community in an effective manner. ഒരു ഫലപ്രദമായ രീതിയിൽ കമ്മ്യൂണിറ്റിയുടെ ആവശ്യകത, ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ്, ഒരു സമൂഹത്തിന്റെ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ് പാലിക്കുന്നതിന് ഹോസ്പിറ്റൽ സർവീസിനെ എന്ത് ചെയ്യുന്നു? അസിസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസ് അതില് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. കമ്മ്യൂണിറ്റി റിലേഷൻ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങള് ഏഴ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു കേട്ടോ. 7 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാ ഓർക്കാൻ പറ്റുണ്ടോ നിങ്ങൾക്ക്? റെസ്പോൺസിബിലിറ്റിയില് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഒന്ന് മെമ്മറി ടെസ്റ്റ് നോക്കിയേ. ഒന്നാമത്തേതായിരുന്നു സ്ട്രാറ്റജിക് പ്ലാനിങ് അല്ലെ? സ്ട്രാറ്റജിക് പ്ലാനിങ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. നാലാമത്തേതാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അടുത്തതേതാ ഫെസിലിറ്റി ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, ദെൻ കമ്മ്യൂണിറ്റി റിലേഷൻസ്. എല്ലാത്തിന്റെ ആൻസർ പഠിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും. ഇനി ചോദ്യം മാത്രം ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഇപ്പൊ നമ്മൾ എത്ര പോയിന്റ് വരെ? 7 പോയിന്റ്സ് വരെ നമ്മൾ ഇന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. എളുപ്പമാണ്, ആൻസർ പഠിച്ചു വെച്ചതല്ലേ. ഈ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏതാണെങ്കിലും ആവശ്യമൊക്കെ ചോദിച്ചാലും, റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാലും ഒക്കെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമുക്ക് ആ പേര് ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. 7 പോയിന്റ്സ് ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.